മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്ന വില്ല. മഞ്ചേരി നഗരസഭാ പരിധിയിൽ ഉൾപ്പെടുന്ന പയ്യനാട് തടപ്പറമ്പ് കുടിവെള്ള പദ്ധതിയിൽ ഇപ്പോൾ നഗരസഭ നടത്തുന്ന ഇടപെടൽ വിരോധാഭാസമാണെന്ന് CPM നേതൃത്വം. പ്രവൃത്തിയുടെ 90% പൂർത്തീകരിച്ച് നിലവിലുള്ള വിതരണ കേന്ദ്രത്തിലൂടെ ശുദ്ധജലം വിതരണത്തിന് തയ്യാറായപ്പോഴാണ് പലതവണ പദ്ധതിയിൽ തടസ്സം നിന്നവരടക്കം ലീഗ് കൗൺസിലർമാരും മഞ്ചേരി നഗരസഭാ ഭരണസമിതിയും ഇപ്പോൾ പദ്ധതിയുടെ വക്താക്കളായി രംഗത്തു വരുന്നത് വിരോധാഭാസമാണെന്ന് CPM നേതൃത്വം വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ഈ കുടിവെള്ള പദ്ധതിയുടെ പണി പൂർത്തീകരിക്കാനായ ഘട്ടത്തിൽ ഇതിൻ്റെ അവകാശികളായി ചില ആളുകൾ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. അവകാശികളായി ഇറങ്ങി പുറപ്പെട്ട ആളുകൾ ഈ പദ്ധതിയുടെ തുടക്കത്തിൽ തന്നെ ഈ പദ്ധതിക്ക് പല രീതിയിൽ പാരവെക്കാൻ ശ്രമിച്ചിട്ടുള്ള ആളുകളാണ്. അതിൽ രാഷ്ട്രീയ പാർട്ടികളുണ്ട്, മുനിസിപ്പൽ ഭരണക്കാരുണ്ട്, മുനിസിപ്പൽ കൗൺസിലർമാരൊക്കെ ഉണ്ട്. ഇപ്പോൾ അത് പ്രാവർത്തികമാകുമെന്നുള്ള ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. ഇത് തങ്ങളുടേതാണ്. മുനിസിപ്പൽ ഭരണത്തിന് ഇതുമായി ബന്ധപ്പെട്ട് ചില പ്രമേയങ്ങൾ നേരത്തെ പാസ്സാക്കിയതല്ലാതെ സ്ഥലം വിട്ടുകൊടുക്കുന്ന കാര്യം, അതേപോലെ അതൊക്കെ അതിൻ്റെ സാങ്കേതികമാണ്. വ്യക്തികൾ ഇതിനാവശ്യമായിട്ടുള്ള ടാങ്ക് നിർമ്മിക്കുന്നതിനാവശ്യമായുള്ള സ്ഥലം വിട്ടു തന്നിട്ടുണ്ട്. പക്ഷേ അത് സാങ്കേതികമായി മുനിസിപ്പാലിറ്റിയുടെ അനുമതി കൂടി വേണം. അതിൽ തന്നെ പല തടസ്സങ്ങളുണ്ടായിട്ടുണ്ട്. ആ സാങ്കേതികമായ ചില കാര്യങ്ങൾ ചെയ്തതല്ല മറ്റ് ഒരു കാര്യങ്ങളിലും ഇതിൻ്റെ നടത്തിപ്പുമായി ഒരു ബന്ധം പുലർത്താത്ത ആളുകളാണ് ഇപ്പോൾ അതിൻ്റെ അവകാശവാദികളായിട്ട്, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പാണല്ലോ, അതിൻ്റെ അവകാശവാദികളായിട്ട് വന്നിട്ടുള്ളത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് LDF കൗൺസിലർമാരും CPM നേതൃത്വവും ഇടപെട്ട് മഞ്ചേരിയിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് മഞ്ചേരി അർബൻ സബ് കുടിവെള്ള പദ്ധതിക്ക് 72,58,00,000 രൂപ കിഫ്ബി മുഖേന നേടിയെടുത്തത്. ആദ്യഘട്ടത്തിൽ ഈ പദ്ധതി നടക്കില്ല എന്നാണ് ചിലർ പ്രചരിപ്പിച്ചതെന്ന് CPM നേതൃത്വം പറഞ്ഞു. കൂടാതെ പദ്ധതിയുടെ സംഭരണ ടാങ്ക് നിർമ്മിക്കാൻ പയ്യനാട് പിലാക്കൽ സ്വകാര്യ വ്യക്തി സൗജന്യമായി വിട്ടു നൽകാൻ തയ്യാറായ ഭൂമി പയ്യനാടുള്ള UDF കൗൺസിലർമാർ ഇടപെട്ടാണ് മുടക്കിയതെന്നും പറഞ്ഞു. പിന്നീട് മുനിസിപ്പൽ റോഡിലൂടെ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിന് അനുമതി നൽകാതെ കാലതാമസം വരികയാണ് ഉണ്ടായത്. അനുമതിക്കുള്ള അപേക്ഷ കൗൺസിൽ യോഗത്തിൽ വെക്കാൻ പോലും തയ്യാറാകാതെ നീട്ടിക്കൊണ്ടുപോയപ്പോൾ ഇതിനെതിരെ ജനകീയ പ്രക്ഷോഭം ആരംഭിച്ചപ്പോഴാണ് മാസങ്ങൾക്ക് ശേഷം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ വെച്ച് അനുമതി നൽകിയതെന്നും വ്യക്തമാക്കി. പദ്ധതിയുടെ പ്രവർത്തനം വേഗത്തിലാക്കുന്നതിനു വേണ്ടി LDF കൗൺസിലർമാരും CPM നേതൃത്വവും നിരന്തരമായി ഇടപെടുമ്പോഴൊക്കെ പദ്ധതിക്ക് പലതരത്തിലുള്ള തടസ്സം നിൽക്കുകയായിരുന്നു UDF നഗരസഭാ കൗൺസിൽ. ഇതിനെല്ലാം അതിജീവിച്ച് പ്രവൃത്തിയുടെ 90% പൂർത്തീകരിച്ചു. ഇനി ബാക്കിയുള്ള പൈപ്പ് ലൈൻ സ്ഥാപിക്കൽ മഞ്ചേരി ഒലിപ്പുഴ റോഡിന്റെ പ്രവൃത്തി നടക്കാനിരിക്കുന്നതിനാലാണ് വൈകുന്നത്. പദ്ധതിക്ക് വൈദ്യുതി കണക്ഷൻ ലഭിക്കുന്നതിനു വേണ്ടി ചില തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. സർക്കാർ ഇടപെട്ട് ഇത് പരിഹരിച്ചു. നിലവിലുള്ള പമ്പിംഗ് ലൈനിലൂടെ അടുത്ത ദിവസം തന്നെ വെള്ളം വിതരണം ആരംഭിക്കാനിരിക്കുമ്പോഴാണ് ഇതേവരെ പദ്ധതിയെ തകർക്കാൻ നിന്നിരുന്നവർ ഇപ്പോൾ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുൻപിൽ സമരനാടകവും ഉദ്യോഗസ്ഥരുടെ യോഗം വിളിക്കലും നടത്തുന്നത്. ഇത് വിരോധാഭാസമാണെന്ന് CPM കൗൺസിലർമാർ ആരോപിക്കുന്നു. ന്യൂസ് ബ്യൂറോ, മഞ്ചേരി.